إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പല മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ദുനിയാവിൽ തൻ്റെ വിശ്വാസവും ആചാരവും എല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുമുണ്ട്. ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ, അവർക്കും ഇവിടെ വായു ലഭിക്കും, വെള്ളം ലഭിക്കും, ആഹാരം ലഭിക്കും, ഇവിടുത്തെ സൗകര്യങ്ങൾ ലഭിക്കും. അതിലൊന്നും ഒരു വ്യത്യാസമോ വേർതിരിവോ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വാതന്ത്ര്യത്തെ സൂറത്തുൽ ഇൻസാനിന്റെ 3-4 വചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നാം വഴി കാണിച്ചിരിക്കുന്നു, ശരിയായ വഴി. മനുഷ്യൻ അവനെത്തിപ്പെടേണ്ടുന്ന ലക്ഷ്യത്തെക്കുറിച്ച് അവന് മനസ്സിലാക്കാവുന്ന ഹിദായത്തിന്റെ വഴി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. വേണമെങ്കിൽ ഷാക്കിറായി അള്ളാഹു പറഞ്ഞ വഴിയെ സ്വീകരിച്ചുകൊണ്ട് നന്ദിയുള്ളവനായി ജീവിക്കാം. അതല്ലെങ്കിൽ ഈ ഹിദായത്തിന്റെ വഴിയെ തിരസ്കരിച്ചുകൊണ്ട് നിഷേധിയായി കൊണ്ടും ജീവിക്കാം. എന്നാൽ ഇന്നാ അഅതദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ. തീർച്ചയായും ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് അകന്ന് കാഫിറായി നിഷേധിയായി ജീവിക്കുന്നയാൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നത് ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന നരകവുമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായും നമ്മയെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിശ്വാസികളല്ലാത്ത ഒരുപാട് നന്മകൾ ചെയ്ത ലോകപ്രശസ്തരായ ആളുകൾ, അതുപോലെ തന്നെ നന്മ ചെയ്തുകൊണ്ട് നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന 1000 മനുഷ്യരുണ്ട് നമുക്കിടയിൽ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന
ആളുകൾക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ലോകത്ത് പ്രശസ്തരായ 1000 മനുഷ്യർ നമ്മളുടെ പ്രദേശങ്ങളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നന്മ ചെയ്യുന്ന, നമുക്കൊക്കെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ടവരായ ഒരുപാട് ആളുകൾ. പക്ഷെ അവര് വിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന ഒരു ചോദ്യം പലപ്പോഴും നമ്മളുടെ ഇടയിലെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും ഇതൊരു സംശയമായി കൊണ്ടു നടക്കുന്ന പല ആളുകളെയും നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടക്കുന്നതും നമ്മളൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം ഏറെ അപകടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, മതത്തിന്റെ കുപ്പായമണിഞ്ഞ ചില ആളുകൾ തന്നെ ഈ സർവമത സത്യവാദത്തിലേക്ക്, എല്ലാ മതങ്ങളും പരലോകത്തിലും സ്വർഗനരകങ്ങളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം ലഭിക്കും എന്ന വർത്തമാനങ്ങൾ മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ ഇസ്ലാമിന്റെ പേരിൽ ആയത്തുകളും ധരിച്ചുകൊണ്ട്, വചനങ്ങളും ധരിച്ചുകൊണ്ട് പറയുമ്പോൾ തീർച്ചയായും ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നത് ഓരോ വിശ്വാസിയും ഉറക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായും എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്നത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഈ വചനം കൊണ്ട് തന്നെ വ്യക്തമാണ് എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ ദീനായി സ്വീകരിക്കുകയാണ് എങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, തീർച്ചയായും പരലോകത്തിൽ അവൻ നഷ്ടകാരിൽപ്പെട്ടവനായിരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാം സ്വീകരിക്കാതെ, ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളാതെ ഒരാൾക്കും പരലോകമോക്ഷം ലഭിക്കുകയില്ല എന്നത് തന്നെയാണ് ഖുർആൻ വളരെ വ്യക്തമായും നമ്മളോട് പറയുന്നത്. എന്താണ് അതിന്റെ യുക്തി എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? നല്ലത് ചെയ്യുന്ന മനുഷ്യരല്ലേ, എന്തൊക്കെ നന്മകൾ അവർ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്താ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. വളരെ കൃത്യമായും അതിന്റെ യുക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു തോട്ടക്കാരൻ, അയാളുടെ തോട്ടത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ആ തോട്ടത്തെ നല്ല വേലി കെട്ടി, മതില് കെട്ടി ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു തോട്ടം. ആളുകളെയൊന്നും അതിലേക്ക് അയാൾ പ്രവേശിപ്പിക്കുകയില്ല. അത്രയും കണിശക്കാരനായ ഒരാൾ അയാളുടെ തോട്ടത്തിലേക്ക് ഒരാളെ ജോലിക്ക് വിളിക്കുന്നു. ആ ജോലിക്ക് വിളിച്ചയാള് അവിടെ വന്നുകൊണ്ട് അയാള് പറഞ്ഞു കൊടുക്കുന്നു, ഇന്നത് ഇവിടെ ചെയ്യണം, ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ ആ തോട്ടക്കാരൻ അയാളുടെ അടുക്കലേക്ക് വന്ന തൊഴിലാളിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ ആ തോട്ടത്തിൽ നിന്ന് പോകുന്നു. ആ സമയത്ത് തോട്ടത്തിന്റെ മതിലൊക്കെ എടുത്തു ചാടിയിട്ട് ഒരാൾ ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അയാള് പണിയായുധങ്ങളുമായി കൊണ്ടാണ് വന്നത്. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ആ തോട്ടത്തിൽ കിളക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. അയാൾ ഒരുപാട് അധ്വാനിക്കുന്നു ആ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട്. എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഏൽപ്പിക്കപ്പെട്ടയാള് ആ മുതലാളിയുടെ അടുക്കലേക്ക് പണവും ആയി ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് എന്റെ ശമ്പളം തരണമെന്ന്. അയാൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. രണ്ടാമനും പോയിട്ട് ചോദിക്കണേ, ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, എനിക്ക് കൂലി വേണം. അയാൾ ആട്ടി പറഞ്ഞേക്കാണ്, ഞാൻ നിന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്തിനാണ് എന്റെ തോട്ടത്തിലേക്ക് എന്റെ അനുവാദമില്ലാതെ കയറിയത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആട്ടിപ്പുറത്താക്കുന്നു. തീർച്ചയായും അയാൾക്ക് അതിനുള്ള അവകാശമില്ലേ? അയാളുടെ തോട്ടത്തിലേക്ക് അയാളുടെ അനുവാദമില്ലാതെ കടന്നു വന്ന് അവിടെ ജോലി ചെയ്തിട്ട് അയാൾ കൂലി വേണം എന്ന് പറഞ്ഞാൽ അത് നമ്മളാണ് ആ തോട്ടക്കാരനെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ നമ്മുടെ അടുക്കൽ ന്യായമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണല്ലോ, നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യം തന്നെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നതും പിന്നെ വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകത്തെ ആഗ്രഹിക്കുകയും വസഅ ലഹാ സഅയഹാ, അതിനുവേണ്ടി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ, എന്താണ് പരലോകത്തിന് വേണ്ടി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവും റസൂലും പറഞ്ഞു തന്ന
കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, അവനത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ അല്ലാഹുവും റസൂലും പറഞ്ഞ രീതിയിൽ ദീനിനെ വിശ്വാസത്തോടു കൂടി അനുഷ്ഠിക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളാണ് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നത് ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ശിർക്ക് ചെയ്യുന്ന ആളുകൾ, യഹൂദികളായ ആളുകൾ, നസ്രാനികളായ ആളുകൾ, മറ്റു മത വിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, അവരൊക്കെ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്ന ആളുകൾ വളരെ കൃത്യമായും മനസ്സിലാക്കേണ്ടുന്ന ഒരായത്തുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ശിർക്ക് ചെയ്തവന്റെ അവസ്ഥ എന്താ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചാരാധിച്ചവരുടെ അവസ്ഥ എന്താ? അവരെത്രയായിരം നന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, പ്രവാചകരെ, താങ്കൾക്ക് മുൻപുള്ളവർക്ക് അവർക്ക് വഹി നൽകിയതുപോലെ തന്നെ താങ്കൾക്കുമുള്ള നിർദ്ദേശമാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. റസൂലേ, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ കർമ്മങ്ങൾ ഫലശൂന്യമായി പോകും, അത് സ്വീകരിക്കപ്പെടുകയില്ല, പരലോകത്ത് നഷ്ടകാരിൽ താങ്കൾ പെട്ടുപോകും റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട് എങ്കിൽ ഏത് വിശ്വാസം സ്വീകരിച്ചുകൊണ്ടും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചാരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറയുവാനുള്ള ഒരു തെളിവും ഒരു ന്യായവും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്നോ നമുക്ക് കാണുവാൻ കഴിയുകയില്ല എന്നതാണ് നമ്മൾ വളരെ കൃത്യമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപുള്ള കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇബ്നു ജുദ്ആൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വളരെ സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ, കുടുംബത്തെ നന്നായി പരിഗണിക്കുന്ന ഒരു മനുഷ്യൻ, പാവപ്പെട്ടവർക്ക് അകമഴിഞ്ഞ് സഹായങ്ങൾ നൽകുന്ന ഒരു വല്ലാത്ത മനുഷ്യൻ. ആ നാട്ടുകാർക്കൊക്കെ അയാളെ ഇഷ്ടമാണ്, അയാളുടെ അത്രയും പ്രിയമാണ്, പിരിശമാണ്. പക്ഷേ അദ്ദേഹം വിശ്വാസം സ്വീകരിക്കാതെയാണ് മരിച്ചുപോയത്. ആയിഷ റളിയല്ലാഹു അൻഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇബ്നു ജുദ്ആനെ പറ്റി, ജാഹിലിയ്യത്തിൽ ജീവിച്ചിരുന്ന ഇബ്നു ജുദ്ആനെ പറ്റി. യസിലു റഹിം വയുത്ഇമുൽ മിസ്കീൻ, അദ്ദേഹം കുടുംബ ബന്ധം ചേർത്തിരുന്നു, അതുപോലെ തന്നെ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. ഇതൊക്കെ ഇസ്ലാം വളരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബ ബന്ധം ചേർക്കണമെന്ന്, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് തണലാകണമെന്ന്, ഇതൊക്കെ ഖുർആൻ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്, ഇസ്ലാം പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത് എടുത്തു പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഫഹൽ ദാക നാഫിഉ, റസൂലേ, അതൊക്കെ ഇബ്നു ജുദ്ആന് ഉപകരിക്കുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലാ യൻഫഉഹു, ഇല്ല, അദ്ദേഹത്തിന് ഉപകരിക്കുകയില്ല, പരലോകത്ത് അത് അദ്ദേഹത്തിന് തണലാവുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലീ ഖതിയതി യൗമദ്ദീൻ, അദ്ദേഹം ഒരിക്കൽ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തെ പുൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ, പടച്ച റബ്ബേ, എന്റെ തിന്മകൾ, എന്റെ തെറ്റുകൾ, ഞാൻ ചെയ്ത അരുതായ്മകൾ നീ പുറത്തു തരണേ എന്ന് മനമുരുകിയ അല്ലാഹുവിന്റെ മുന്നിൽ വിശ്വാസത്തോടുകൂടി ഒരിക്കൽ പോലും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഒരായിരം നന്മകൾ അത് പരലോകത്ത് നാളെ അദ്ദേഹത്തിന് തണലൊരുക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടാനുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 54-ാമത്തെ വചനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്, അവരിൽ നിന്ന് അവർ ചെയ്ത ഈ നഫഖാത്തുകൾ, അവരാളുകൾക്ക് വേണ്ടി ചെയ്ത സാമ്പത്തികമായ സഹായങ്ങൾ, അത് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലി, അവര് അല്ലാഹുവിനെ നിഷേധിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു എന്നതാണ് കാരണം. അല്ലാഹുവിൽ വിശ്വസിക്കാതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മളോട് പറയുന്നത്. പിന്നെ അവർക്ക് കിട്ടുവാനുള്ളത് എന്താണ്? ദുനിയാവിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക്
കിട്ടാനുള്ളതാണ്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യസ്ലിമു മുഅ്മിനൻ ഹസനതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനോടും അവൻ ചെയ്ത നന്മയുടെ വിഷയത്തിൽ അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസ് തുടങ്ങുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ഒരു വിശ്വാസി സൽക്കർമ്മം ചെയ്യുമ്പോൾ അവന് ദുനിയാവിലും അതിന്റെ നന്മ കിട്ടും. അവൻ ആളുകൾക്കിടയിൽ നല്ല അഭിപ്രായം ഉണ്ടാവും, അയാൾ നല്ല മനുഷ്യനാണെന്ന് പറയും, അയാൾ ആളുകൾക്കിടയിൽ വിശ്വസ്തനായിരിക്കും. അയാൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആളുകൾ അയാളുടെ അടുക്കലേക്ക് കൂടുതൽ വരും. കാരണം അയാൾ ചെയ്യുന്ന നന്മക്ക് ഈ ദുനിയാവിൽ അയാൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും, അതിനയാൾക്കുള്ള നന്മകൾ കിട്ടും. അതോടൊപ്പം തന്നെ അയാൾക്ക് അത് ദുനിയാവിൽ അയാൾക്ക് നന്മ കിട്ടുന്നുള്ളതിനോട് പരലോകത്ത് തടയപ്പെടോ? ഇല്ല. അയാൾക്ക് പരലോകത്തും അയാൾ ചെയ്തതിനുള്ള പ്രതിഫലം അയാൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വഅമ്മൽ കാഫിർ, ഒരു നിഷേധിയായ സത്യനിഷേധിയായ ഒരു മനുഷ്യൻ, ഫയുതഅമു ബിഹസനാതി മാ അമില ബിഹാ, അവൻ പ്രവർത്തിച്ച കാര്യങ്ങൾ കൊണ്ട് അവന് ഈ ഫില്ലാഹി ദുനിയാവിൽ അവൻ അള്ളാഹുവിന് വേണ്ടി എന്ന ഉദ്ദേശത്തിന് അവൻ ചെയ്ത കാര്യങ്ങൾ, അതിന് അവന്റെ വിശ്വാസം ശരിയാകാത്തത് കൊണ്ട് തന്നെ അവൻ ഈ ദുനിയാവിൽ അതിനുള്ള നന്മ കിട്ടും. പക്ഷേ പരലോകത്തെത്തുമ്പോൾ അവനൊന്നും ബാക്കിയുണ്ടാവില്ല. പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അവനൊന്നും ലഭിക്കുകയില്ല എന്നത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഈ ആളുകൾ ഏതെങ്കിലും ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിൽ സർവമത സത്യവാദം പറയുകയാണ്. ആളുകൾക്ക് മുന്നിൽ പലരെയും സോപ്പിടാൻ വേണ്ടി, ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി. ഇല്ല, അങ്ങനെയില്ല. നമ്മളുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് തോന്നിയതുപോലെ ആയത്തുകളെയും അഹാദീസുകളെയും വ്യാഖ്യാനിക്കുവാൻ പാടില്ല. അള്ളാഹു എന്ത് പറഞ്ഞു തന്നോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു തന്നോ, അത് സധൈര്യം ആളുകൾക്ക് മുന്നിൽ പറയുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ആർക്കും അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ സ്വീകരിക്കാം. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലം കിട്ടൂല, ദുനിയാവിൽ അവർക്ക് കിട്ടും. അവരെ ആളുകൾ സ്വീകരിക്കും, ആളുകൾ ബഹുമാനിക്കും, അവർക്ക് വേണ്ടി ആളുകൾ കരയും. അവരുടെ മരണ ദിവസം 1000 ആളുകൾ അവർക്ക് വേണ്ടി അവരുടെ മയ്യത്തിന് മുന്നിൽ ആളുകൾ സന്നിഹിതരാകും. അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി അവർ പ്രോഗ്രാമുകൾ നടത്തും. എല്ലാം സംഭവിക്കും. പക്ഷെ പരലോകത്ത് അവർക്ക് കിട്ടുകയില്ല. അവർ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം അത് ഈ ദുനിയാവിലാണ് കിട്ടുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശ്വാസമാണ് നമ്മളുടെ സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദഹ വഹസമ അൽഅഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഈ വിടവുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ആളുകൾ കയറിയിരുന്ന് ബാക്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. പലപ്പോഴും ഈ സർവമത സത്യവാദികൾ ദുർവ്യാഖ്യാനിക്കുന്ന ഖുർആനിലെ ഒരു വചനമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിൽ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ വചനമാണ് അവർ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും വിശ്വാസികളായ ആളുകൾ, അതുപോലെ തന്നെ ക്രൈസ്തവർ, അതുപോലെ ജൂതന്മാർ, സ്വാബിയങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു മതവിഭാഗമാണ്. യഹൂദികളിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും തെറ്റിപ്പോയി നക്ഷത്രങ്ങളെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ. അത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവരൊക്കെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ വഅമില സ്വാലിഹൻ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അതുപോലെ തന്നെ അവർ ദുഃഖിക്കേണ്ടതില്ല എന്ന ഈ വചനത്തെ പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ മാത്രമേ അവർ കാണുള്ളൂ. മറ്റു ഖുർആനിലെ ഒരു വചനത്തെയും
പിന്നെ അവർ കാണൂല. ഖുർആനിൽ ഈ ഒരു വചനം മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ്. എന്താണ്? യഹൂദി ആയാലും നസ്രാനി ആയാലും സാബി ആയാലും മുസ്ലിം ആയാലും ആര് തന്നെ സൽക്കർമ്മം അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ട് നന്മ ചെയ്യുകയാണെങ്കിൽ, പാരത്രിക വിശ്വാസത്തോടു കൂടി നന്മ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രതിഫലമുണ്ട് എന്നാകും അതിന്റെ അർത്ഥം. എന്നാൽ കൃത്യമായും അള്ളാഹു പറഞ്ഞതല്ലേ, ദീനായിക്കൊണ്ട് ഇസ്ലാം അല്ലാത്തതിന് ഒരാൾ സ്വീകരിച്ചാൽ അത് സ്വീകരിക്കപ്പെടൂല, പരലോകത്ത് അവൻ നഷ്ടകാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്നതാണ് ഖുർആൻ വളരെ കൃത്യമായും അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. പിന്നെ എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം? എന്താണ്? മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. യഹൂദികളുടെയും ക്രൈസ്തവരുടെയൊക്കെ ഒരു അഹങ്കാരത്തിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഈ വചനം ഇറങ്ങുന്നത്. അവർ പറഞ്ഞത് എന്താ? വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, നസ്രാനിയും ജൂതനുമല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അഹങ്കാരത്തോടു കൂടി അവർ പറഞ്ഞു. അതിന് ഖുർആൻ മറുപടി പറഞ്ഞു, തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ പറയുന്നതിന് തെളിവ് കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് അതേ സൂറത്തിൽ തന്നെ അല്ലാഹു അവർക്ക് മറുപടി പറയുന്നതാണ്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഏതൊക്കെ മതവിഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നാലും അവർ അല്ലാഹുവിന്റെ ദീനിനെ, ശരിയായ മതത്തെ സ്വീകരിച്ചുകൊണ്ട്, ജൂതന്മാരായ ആളുകൾ മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലാഹുവിനെ മനസ്സിലാക്കുകയും വേദഗ്രന്ഥത്തെ സ്വീകരിക്കുകയും മൂസാ നബിയെ റസൂലായി കൊണ്ട് അംഗീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ, ഈസാ നബിയുടെ കാലത്ത് ഈസാ നബിയെ അംഗീകരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും വേദഗ്രന്ഥത്തെ ഫോളോ ചെയ്യുകയും ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്നതാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനെ സ്വീകരിക്കാതെ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്നത് നമുക്കെല്ലാം അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് വചനങ്ങൾ ആ വിഷയത്തിൽ നമുക്കറിയാവുന്ന കാര്യവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയുൻ വലാ നസ്റാനിയുൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു യഹൂദി ഒരു നസ്രാനി എന്നെ കേൾക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ കേൾക്കുന്നു, സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബി, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ കേട്ടിട്ടും അയാൾ വിശ്വാസം സ്വീകരിക്കാതെ മരിച്ചു പോകുന്നു, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. അങ്ങനെയുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള യഹൂദി, അങ്ങനെയുള്ള നസ്രാനി അല്ലാഹുവിന്റെ വഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനെ സ്വീകരിക്കാത്തത് കൊണ്ട് അയാൾ നരകാവകാശിയാകും എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, യഹൂദികളും നസ്രാനികളും അവരുടെ മില്ലത്തിനെ താങ്കൾ സ്വീകരിക്കാതെ അവർ തൃപ്തിപ്പെടുകയില്ല. ഖുൽ, നബിയെ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, അല്ലാഹുവിങ്കൽ നിന്നുള്ള സന്മാർഗമാണ് യഥാർത്ഥമായ സന്മാർഗം. വലൈനി തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, താങ്കൾക്ക് വിജ്ഞാനം ലഭിച്ചതിന് ശേഷം അവരുടെ ഇച്ഛയെ താങ്കൾ പിന്തുടരുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു സഹായവും താങ്കൾക്ക് ഉണ്ടാവുകയില്ല റസൂലേ എന്ന് വളരെ കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ആളുകളിലേക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കുകയും സാധാരണക്കാരിലേക്ക് ഇത്തരത്തിലുള്ള വസ്വാസുകൾ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും ഇങ്ങനെയുള്ളത് പലപ്പോഴും നവോത്ഥാന ചിന്താധാരയിലുള്ള ആളുകളുടെ നാവുകളിൽ നിന്ന് പോലും ഉണ്ടാകുന്നു എന്നതും വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ആ ഖുർആൻ പരിഭാഷകൾ പോലും ഇത്തരം വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്ത് കൃത്യമായും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അറിവുള്ളവരാകണം, നിലപാടുള്ളവരാകണം, അതിന്റെ പ്രബോധകരായി നമ്മൾ മാറുകയും ചെയ്യണം. അതിനെതിരെയുള്ള സംസാരങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറ
കൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മഴക്കാലത്തിന്റെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഒരുപാട് പകർച്ചവ്യാധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ എവരെയും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദി അൽ ഹജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.